ഇവിടെ അങ്ങോട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു ദിവസത്തേക്ക് 2000 രൂപ വേണ്ടാട്ടാ. ഓക്കെ, ഫാമിലി അല്ല ഇവിടെ കൂടുതൽ വരുന്നത്. ഇവിടെ കൂടുതൽ വരുന്ന കപ്പിൾസ് ആണ് ഇവിടെ കൂടുതൽ വരാറ്. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കോടയായിരിക്കും. അയ്യോ, അടിപൊളിയാട്ടോ. ഈ മാസമൊക്കെ ഈ സമയത്തൊക്കെ പോയിട്ട് റിസോർട്ടിലേക്ക് ട്രിപ്പ് പോകുന്ന ഞാൻ നല്ല ഈ കോടമഞ്ഞ് അവിടെ. പിന്നെ അവിടെ താഴെ തന്നെ എസ് വളവെന്ന് പറഞ്ഞ് ഈ റോഡ് എസ് രീതി വളഞ്ഞിട്ട് എസ് വെൻ്റ് ഉണ്ട്. നല്ല താഴ്ച ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മല മുകളിൽ ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ആ എസ് വെൻ്റ് വരാമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണി നേരം വെളുക്കത്തില്ല. ആ സമയത്ത് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ മൊത്തം ഇങ്ങനെ അല്ല മീശപ്പുല്ലി മലയോ അങ്ങനെ കുറേ ഏരിയകളൊക്കെ ഉണ്ടല്ലോ, ഈ മഞ്ഞ് കയറി ഇങ്ങനെ മൂടി നിൽക്കുന്ന സ്ഥലം. അതായത് നമ്മൾ ഹൈ റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൊത്തം മേഘം കൊണ്ടിങ്ങനെ നമ്മൾ ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീല് വരത്തില്ലേ, അതേ കൂട്ടൊരു ഫീല് കിട്ടും ആ എസ് വെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതിൽ ഞാനിപ്പോൾ ബസ്സിൽ കയറുമ്പോൾ അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗവും കൂടി ഈ വീഡിയോയ്ക്ക് തന്നെ ആഡ് ചെയ്യാം. ബസ്സിൽ കയറി പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ, പക്ഷേ അങ്ങ് ഇറക്കമോ. നമ്മളെ കയറ്റവും ഇറക്കം കയറി ശീലമില്ലാത്തതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കയറ്റം കയറുമ്പോഴേ ഭയങ്കര കതപ്പാണ്. അയ്യോ, മൊബൈലിവിടെ ഇരിക്കട്ടെ. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇന്നലെ നടന്നെടുത്ത് ഷോട്ട് എടുത്ത വീഡിയോ ഒക്കെയാണ്. അതുവഴി അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് റോഡാണ്. ആ റോഡ് വഴി നടന്നിട്ട് മെയിൻ റോഡിൽ പോകണം. മെയിൻ റോഡ് മീൻസ് ബസ് ഓടുന്ന വഴി. കണ്ടോ, ഇത് റിസോർട്ട്, ഇവിടെ റിസോർട്ടാണ്. അതൊക്കെ മൂടി ഓടമഞ്ഞുണ്ട്. കണ്ടോ, ആ വഴി നമ്മൾ നടന്നു വന്നത്. എന്നിട്ട് ലച്ചു അപ്പോൾ അതാ നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോകട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. ഞങ്ങളുടെ വാവ നടന്നു വരും. എളുപ്പമോടി വെളുപ്പാൻ കാലത്തെ. ഇപ്പം ഇവിടെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ചെമ്പനി നീർപ്പൂവേ അന്നേതോ ഒരു രാവിലെ, ആ പാട്ട് വരുന്നുണ്ട്. എന്തായാലും പോവല്ലേ. ഇതുപോലൊരു മഞ്ഞിലാണ് അല്ലു അർജുൻ ഓടിയത്. ഉണ്ട് അത് ആ പാട്ട് കണ്ടിട്ടില്ല? ആ പാട്ടിന് തുടക്കം അവളിങ്ങനെ അല്ലു അർജുൻ മഞ്ഞത്തൂടെ ഇങ്ങനെ ഓടാൻ പോകുമ്പോഴത്തേക്ക് അവളെ കാണത്തില്ലേ? കണ്ട കറക്റ്റ് കണക്കെ കണ്ടില്ലേ? അവളെ നല്ല രസമുണ്ട്. അയ്യ, അടിപൊളി. തിരിച്ച് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബസ്സിൽ പോകുമ്പം ആ സൈഡ് സീറ്റ് കിട്ടുവാണെങ്കിൽ ആ എസ് എൻ്റെ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ ഈ കോടയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. നോക്കാം. അപ്പം നമ്മൾ നടന്ന് ബസ് കയറുന്ന റോഡിനടുത്തെത്തി. ഇതും ചെറിയൊരു ഹെഡാണ്. കണ്ടോ, രാത്രി ലൈറ്റൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. ഇതുവഴി നമ്മൾ ഇറങ്ങി നേരെ റോഡിലേക്ക് പോകും. കണ്ടോ, അവിടെ റോഡാണ്. ആണ് ബസ് സ്റ്റോപ്പ്. അവിടുന്ന് ബസ് വരും. ഇതുവഴി താഴോട്ട് ഇറങ്ങണം. ഈ റോഡ് നേരെ അങ്ങ് പോകുന്നത് മൂലേപ്പാടം വഴി നേരെ അകമ്പാടം ചെന്ന് അകമ്പാടത്തുനിന്ന് നിലമ്പൂരിയിൽ. കണ്ടാ, അവിടാട്ടാ മറ്റേ ഞാൻ പറഞ്ഞ എസ് വെൻ്റ് നോക്കണ്ട. അതാ എസ് വെൻ്റാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എസ് വെൻ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ കോട അങ്ങനെ കാണാൻ പറ്റത്തില്ല, നേരെ താഴെ കാണാൻ പറ്റത്തില്ല. കണ്ടാ, അവിടെയായിട്ടാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഈ മല കാണുന്നത്. ഇതവിടെ താഴെ ഒരു തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് രാവിലെ വെളുപ്പിനെ നിലമ്പൂരിൽ നിന്ന് കക്കാടംപൊയിൽ ബസ്സുണ്ട്. പിന്നെ തിരിച്ച് രാവിലെ 10 അങ്ങോട്ട്, അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക്, അങ്ങനെ 2-3 ട്രിപ്പ് പോകുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് കേട്ടോ, താഴേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ബസ്സിന് പോകേണ്ടതല്ല, ഈ ബസ്സിനാണ് കയറി താഴേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ എസ്വെൻ്റ് അവിടെ നമുക്ക് ആ വളം എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിട്ടുപോയി. ഞാൻ സീറ്റിൽ കയറിയപ്പോൾ അവിടെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരോട് സംസാരിച്ച് ഞാൻ വിട്ടുപോയതായിട്ട്. അങ്ങനെ കുറേ ദൂരം നല്ല രീതിയിൽ ഹൈ റേഞ്ച് കാട്ടി കൂടി ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. ഓക്കെ, ഇപ്പോൾ അവിടെ പുഴയിലൊക്കെ അവിടെയൊക്കെ വ്യൂ ഉള്ള കേട്ടോ. അവിടെയൊക്കെ നമ്മൾ ട്രിപ്പ് വരുന്നവരൊക്കെ അവിടെ നിർത്താറുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം എന്താ വെള്ളം ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഓക്കെ മച്ചന്മാരെ, ഞാൻ നേരെ മൈസൂരേക്ക് പോവുകയാണ്. എൻ്റെ ഇതൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു വീടോ റിസോർട്ടോ എന്തോ പണി നടക്കും. ഓക്കെ മച്ചന്മാർ, ഇതിൽ നല്ലൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷ. ഇതിൻ്റെ വീട് വൈൻഡപ്പ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം